ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് ജ്വല്ലറികളെ കുറിച്ചാണ്. നമ്മുടെ ജ്വല്ലറികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും നമുക്ക് പേര് കേട്ട ഒരുപാട് ജ്വല്ലറികളുണ്ട്. മാത്രമല്ല, കേരളം ഏറ്റവും അധികം ഗോൾഡ് കൺസ്യൂം ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. എന്തായിരിക്കും ഗോൾഡിന്റെ അവസ്ഥ? ഫ്യൂച്ചറിൽ ഈ ജ്വല്ലറികൾക്കൊക്കെ എന്ത് സംഭവിക്കും? എന്തൊക്കെയാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കണം? 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം കസ്റ്റമർ ഷിഫ്റ്റാണ്, അല്ലെങ്കിൽ കൺസ്യൂമർ ഷിഫ്റ്റാണ്. അതായത് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ഇത് പ്രകടമാണെങ്കിലും ഇതിപ്പോൾ വളരെ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. പണ്ടത്തെ പോലെ വളരെ ഹെവി ആയിട്ടുള്ള ജ്വല്ലറികൾ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ചും പുതിയ ജനറേഷനൊക്കെ ഈവൻ കല്യാണത്തിന് പോലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ജ്വല്ലറി ധരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർ പലപ്പോഴും ഈ 22 ക്യാരറ്റിന് പകരം 18 ക്യാരറ്റും 14 ക്യാരറ്റും ഒക്കെയുള്ള സ്വർണ്ണ ആഭരണങ്ങൾ ഇടാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിന് കാരണം അത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. പലതരത്തിലുള്ള ഡിസൈനുകളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള നിറങ്ങളിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇത്തരത്തിലുള്ള ലൈറ്റ് ആയിട്ടുള്ള ജ്വല്ലറീസിലേക്ക് മാറിയിരിക്കുന്നു. മാത്രമല്ല, ഫാഷൻ ട്രെൻഡ്സിനോടനുബന്ധിച്ച് അത്തരത്തിലുള്ള മോഡേൺ ആയിട്ടുള്ള ജ്വല്ലറി ഐറ്റംസിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പല ജ്വല്ലറികളിലും ഇത്തരത്തിലുള്ള ഐറ്റംസ് കാണാതാവുകയും അവർക്ക് ഇത്തരത്തിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള ജ്വല്ലറികളോട് പൊതുവെ ഒരു പുച്ഛം ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറികളെ അവർക്ക് തീരെ താല്പര്യമില്ലാതായിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. രണ്ടാമത്തെ, ഈ ഗോൾഡ് പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് അതൊരു വലിയ പ്രശ്നമാണ്. ഗോൾഡ് പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ കൺഫ്യൂഷനുണ്ട്. ഒന്ന്, നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഈ SIPസിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചും ഒക്കെ വലിയ അവബോധം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം വലിയ അവബോധം വന്നിരിക്കുന്നു. വലിയ ഉയർച്ച ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഗോൾഡ് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ഒരല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഗോൾഡിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി കാണുന്ന കാര്യത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഗോൾഡിനെ അത്ര വിശ്വാസമില്ലാതായിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ഗോൾഡിൻ്റെ മൂല്യം കൂടാറുണ്ട്. എങ്കിൽ പോലും അതൊക്കെ നാമമാത്രമാണ് എന്നുള്ളൊരു ഫീലിംഗ് പലപ്പോഴും ഉണ്ടായി ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡ് അഥവാ ഗോൾഡ് ജ്വല്ലറി ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് അത് കുറഞ്ഞു. കാരണം ഗോൾഡ് ജ്വല്ലറി അല്ലാതെ തന്നെ ഗോൾഡ് ബോൺസ് ഒക്കെ നേരിട്ട് മേടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും ഇന്ന് പലതരത്തിൽ ഏർപ്പാടുകളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ആസ് എ ജ്വല്ലറി ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഗോൾഡ് ജ്വല്ലറികളുടെ സെയിൽസിനെ ബാധിക്കുന്നുണ്ട്. അടുത്തത് നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ, ടാക്സേഷൻ. ജ്വല്ലറികൾ സത്യം പറഞ്ഞാൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയിലാണ്. കാരണം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വളരെ നേരിയ നെറ്റ് പ്രോഫിറ്റ് മാർജിനിലേക്ക് ചുരുങ്ങേണ്ടി വരുന്നു. മാത്രമല്ല, നല്ല ഒരു ബ്രാൻഡഡ് ജ്വല്ലറി അല്ലെങ്കിൽ പണിക്കൂലിയൊന്നും ഒരുപാടങ്ങ് ചുമത്താൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥ. കാരണം പണിക്കൂലി, 0 പണിക്കൂലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള തട്ടിപ്പുകളും വ്യാജന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒരു സൈഡിൽ, അല്ലാതെ ശക്തമായ കോമ്പറ്റീഷൻ നടത്തുന്ന ആളുകൾ മറ്റൊരു സൈഡിൽ. ഗോൾഡ് ജ്വല്ലറികൾക്ക് അസോസിയേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ നിൽക്കാത്ത വേറെ ആളുകൾ. അങ്ങനെ ഭീകരമായിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ പല നയങ്ങളുടെയും ഭാഗമായിട്ടാണ്. ഒപ്പം ഈ പറയുന്ന തരത്തിൽ സ്മഗ്ലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്ത് വരികയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഈ ഒരു ജ്വല്ലറികളെ ബാധിക്കുന്നുണ്ട്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജ്വല്ലറി പലപ്പോഴും ഒരു വെല്ലുവിളിയാവും. കാരണം വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വലിയ രീതിയിലുള്ള മാർക്കറ്റിങ്ങും, കല്യാണമൊക്കെ പോലെ വലിയ രീതിയിലുള്ള മാർക്കറ്റിങ്ങും ഒക്കെ ഉണ്ടെങ്കിലേ ഇത് സാധ്യമാകൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പതിയെ പതിയെ ഈ ഇൻഡസ്ട്രി ചലിക്കുന്നു. നാലാമത്തെ പോയിന്റ് ഇത് തന്നെയാണ്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വലിയ പ്ലേയേഴ്സ്, കല്യാൺ പോലെ, മലബാർ പോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആകുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഈ വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് ആളുകളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സ്വർണം മേടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇത്തരം ബ്രാൻഡുകളായി മാറുന്നു എന്നുള്ളതാണ് സത്യം. പണ്ട് കാലത്ത് നമ്മളുടെയൊക്കെ വീടിനടുത്തുണ്ടായിരുന്ന ജ്വല്ലറി നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നുവെങ്കിൽ അതിന് കാരണം അതുമായി അതിൻ്റെ ഓണറുമൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു റിലേഷനാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് നമ്മുടെ വീടിനടുത്തുള്ള ജ്വല്ലറി ഒന്നും പിടിക്കില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് റിലേഷനും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ബിഗർ ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിലേക്ക് അവരുടെ ചിന്ത പോകും. കുറച്ചുകൂടി മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സും മോഡേണൈസ്ഡ് ആയിട്ടുള്ള ആംബിയൻസും എക്സ്പീരിയൻസും ഒക്കെ കിട്ടുമ്പോൾ പുതിയ ആളുകൾ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ടഫ്. അടുത്തത് വെഡ്ഡിങ് സെയിൽസിലുള്ള കുറവാണ്. വെഡ്ഡിങ് തന്നെ കുറഞ്ഞിരിക്കുന്നു. വെഡ്ഡിങ്ങിൻ്റെ റേറ്റ് കുറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ കുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാൽ തന്നെ
ഇത് മുഴുവൻ കഴുത്തിലൊക്കെ ഞാത്തി ഇട്ടിട്ട് കല്യാണം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹവും അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെഡ്ഡിങ് സെയിൽസിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ടെക്സ്റ്റൈലുകളെയും ബാധിക്കുന്നുണ്ട്, ട്രഡീഷണൽ ജ്വല്ലറികളെയും അതിശക്തമായി ബാധിക്കുന്നുണ്ട്. കാരണം ടെക്സ്റ്റൈലുകളും ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ജ്വല്ലറികളൊക്കെ നിലനിന്നിരുന്നത് തന്നെ വെഡ്ഡിങ് സെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ വെഡ്ഡിങ്ങിലുള്ള കുറവും വെഡ്ഡിങ് സെയിൽസിനകത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന കുറവും ക്വാണ്ടിറ്റിയിലുള്ള കുറവുമൊക്കെ ഇതിനെ അതിശക്തമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഒരു ഡേ ടു ഡേ മോഡിലേക്ക്, ഫാഷൻ മോഡിലേക്കൊക്കെ ഉള്ള ഒരു സ്ട്രാറ്റജി ഷിഫ്റ്റ് ആവശ്യമാണ്. പക്ഷേ ട്രഡീഷണൽ ജ്വല്ലറികൾ ഇപ്പോഴും ആ ഷിഫ്റ്റിലേക്കൊന്നും വന്നിട്ടില്ല. പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള മോഡിലാണ് പല ജ്വല്ലറികളും നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, ഒരു 5-6 വർഷത്തിനുള്ളിൽ പല ബ്രാൻഡുകളും അടച്ചുപൂട്ടുന്നത് നമുക്ക് കാണേണ്ടി വരും. അതുപോലെ തന്നെ വളരെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഗോൾഡിൻ്റെ കാര്യത്തിൽ ആ കൂടി ശ്രദ്ധിക്കുന്നവർ ഈ സ്റ്റോക്ക് കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ രാത്രി 10 മണി 11 മണിയൊക്കെ ആവുമല്ലോ ഇത് അടച്ചു പോകുമ്പോൾ. കാരണം എല്ലാ സ്റ്റോക്കും എടുത്ത് കൃത്യമായി എണ്ണി നോക്കി മാറ്റണമല്ലോ. തുണിക്കട പോലെയല്ല, വളരെ ശ്രദ്ധിക്കണം. സ്റ്റോക്കൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളുമാണ് നഷ്ടമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ മാത്രമാണ് ആ കൂടി ഇവർ ശ്രദ്ധിക്കുന്നത്. പക്ഷേ അത് തന്നെ പലപ്പോഴും ഫുള്ളി അക്കൗണ്ടഡ് ആയിട്ടുള്ള സ്വർണ്ണമൊന്നും ആവില്ല പല സ്ഥലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ഭീകരമായിട്ടുള്ള റിയൽ പ്രശ്നം ഇവരുടെ സ്റ്റോക്ക് ഏത് മോഡലുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു പ്രൊപ്പോർഷൻ ആവശ്യമാണ്. ഇപ്പോൾ പലതരത്തിലുള്ള മോഡലുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ചെട്ടിനാട് ഐറ്റംസ് ഉണ്ടാവും, ആൻറ്റിക് ഐറ്റംസ് ഉണ്ടാവും, കൊൽക്കത്ത ഐറ്റംസ് ഉണ്ടാവും, പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റംസിൻ്റെ ഒരു പ്രൊപ്പോർഷൻ, ഇൻവെൻട്രിയുള്ള ഇതിൻ്റെ പ്രൊപ്പോർഷൻ വളരെ പ്രധാനമാണ്. ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് എന്നുള്ളൊരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പ്രൊപ്പോർഷൻ സെറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ജ്വല്ലറി പ്രോഫിറ്റബിൾ ആവാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പ്രൊപ്പോർഷൻ തെറ്റിയാൽ മാത്രം മതി നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി താഴേക്ക് പോകാൻ. അടുത്തത്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും ബ്രാൻഡിങ്ങിലും ഫോക്കസ് കൊടുക്കാത്തവരാണ് പലരും. ഈ ബ്രാൻഡിങ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രത്യേകിച്ചും ഡിജിറ്റൽ ഷിഫ്റ്റിലേക്ക് മാറാൻ ഇപ്പോഴും പല ആൾക്കാരും വൈമുഖ്യം കാണിക്കുന്നുണ്ട്. പഴയ ജ്വല്ലറികൾ ഇപ്പോഴും ഹോർഡിങ്ങും പഴയ രീതിയിലുള്ള TV ആഡുകളും പത്രപരസ്യങ്ങളുമായിട്ട് പോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. വളരെ കഷ്ടമാണ്. കാരണം ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് എടുത്തിട്ട് ഡിജിറ്റലിലേക്ക് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുതിയ കാലഘട്ടത്തിലുള്ള ആളുകളെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പതിയെ മാറാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ബ്ലൂ സ്റ്റോൺ പോലെ, കാരറ്റ് ലൈൻ പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്, ടാറ്റ അടക്കം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഭീകരമായിട്ടുള്ള വലിയ പ്ലാറ്റ്ഫോംസ് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ എത്തിക്കൽ സോഴ്സിങ്, സസ്റ്റൈനബിലിറ്റി പോലുള്ള കാര്യങ്ങളിൽ കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ ഡയമണ്ടിൻ്റെയൊക്കെ കാര്യത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. ഇത് എത്തിക്കൽ സോഴ്സിംഗ് ആണോ, കറക്റ്റ് ഡയമണ്ട് ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ പലപ്പോഴും സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഈവൻ സ്വർണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ സോഴ്സിങ് കറക്റ്റാണോ എന്നുള്ളതൊക്കെ പലപ്പോഴും ആളുകളെ പേടിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഓൾഡ് ഗോൾഡ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ സാധിക്കുക, വിൽക്കാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ കൺസേൺസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ ബിസിനസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ 8 കാര്യങ്ങളിലും ശക്തമായ ശ്രദ്ധ പുലർത്തി കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയാൽ ഒരു സംശയം വേണ്ട, ജ്വല്ലറികൾക്ക് ഇനിയും സർവൈവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് എല്ലാം പൊളിച്ചെഴുതണമെന്നല്ല, ചെറിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. പക്ഷേ ഈ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഉറപ്പിച്ചു വെച്ചോളൂ, എഴുതി വെച്ചോളൂ, അടുത്ത 5 വർഷത്തിനുള്ളിൽ പല ജ്വല്ലറികളും ഡിക്ലൈനിലേക്ക് പോവുകയും അവസാനം സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.